ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം. മുൻകൂർ ജാമ്യം നൽകിയത് ഉപാധികളോടെ. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കണം. എല്ലാ തിങ്കളാഴ്ചയും ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ജാമ്യം ലഭിച്ചതിനാൽ രാഹുൽ നാളെ വോട്ട് ചെയ്യാനെത്താനും സാധ്യതയുണ്ട്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന് വോട്ട്. വിവരങ്ങളുമായി MS വീണയും പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ആദ്യം MS വീണയിലേക്കാണ് പോകുന്നത്. വീണ, ഈ രണ്ടാമത്തെ പരാതി അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ പരാതിയുടെ ഉള്ളടക്കം. എന്നിട്ടും രാഹുലിന് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ് സെഷൻസ് കോടതി. കോടതിയിൽ നടന്ന വാദഗതികൾ, പ്രോസിക്യൂഷന്റെ നിലപാട്, ഒടുവിൽ കോടതി എടുത്ത തീരുമാനം. നിലിമ, രാഹുലിനെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിലാണ് ഇന്നിപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുന്നത് പൂർത്തിയായിരുന്നു. വാദം കേൾക്കൽ പൂർത്തിയായതിന് പിന്നാലെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മൂന്നാമത്തെ കേസായിട്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ട് കൂടി കോടതിയിൽ നൽകിയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ച് ആ കോടതി പരിഗണിക്കുന്നതിന് മുമ്പെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടിക്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മൊഴിയടക്കം, അതായത് പരാതിക്കാരിയുടെ മൊഴിയടക്കം എടുക്കുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയടക്കമുള്ള വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയത്. ബംഗളൂരു സ്വദേശിയായ പെൺകുട്ടി 2022 രാഹുലിൽ നിന്ന് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാകേണ്ടി വന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി വിവാഹാലോചനയുമായി രാഹുൽ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പെൺകുട്ടിയോട് പറയുന്നു. ബംഗളൂരുവിൽ പഠന ആവശ്യങ്ങൾക്കായി കഴിഞ്ഞിരുന്ന പെൺകുട്ടി അതിനുശേഷം നാട്ടിലെത്തിയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ ഒരു കാറിൽ, അതായത് കോൺഗ്രസ് നേതാവായ ഫെനി നയനാനും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. ഇയാൾക്കൊപ്പം ഹോം സ്റ്റേയിൽ പോവുകയും ഹോം സ്റ്റേയിൽ വെച്ച് ചില വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് രാഹുൽ പറയുകയും തുടർന്ന് ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പെൺകുട്ടി പറയുന്നുണ്ട് മൊഴിയിൽ. അതുമാത്രമല്ല, തൻ്റെ ശരീരത്തടക്കം മുറിവുകൾ ഉണ്ടായി. കൂടാതെ തന്നെ തനിക്ക് ശ്വാസമുട്ടലും ശാരീരിക ബുദ്ധിമുട്ടലുകളും അനുഭവപ്പെട്ടപ്പോഴും രാഹുൽ അതിക്രമം തുടർന്നുവെന്നും പെൺകുട്ടി മൊഴിയിൽ പറയുന്നുണ്ട്. ആദ്യം ഈ പെൺകുട്ടി പരാതി നൽകിയത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനാണ്. തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു പരാതി ഇമെയിലായി ലഭിച്ച പരാതി കൈമാറിയത്. തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴും രാഹുൽ ഒളിവിൽ തന്നെയായിരുന്നു. ഇത് രണ്ടാമത്തെ കേസാണ്. ആദ്യ കേസിലും പോലീസിന് രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചില്ല. തൊട്ട് പിന്നാലെയാണ് ഈ ഒരു രണ്ടാമത്തെ കേസും എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് വന്നതിന് പിന്നാലെയാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കൽ പൂർത്തിയായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചുവെങ്കിൽ പോലും മൊഴി മാത്രമാണ്, മൊഴിയിലെ വിശദാംശങ്ങളും വാട്സപ്പ് അടക്കം കേന്ദ്രീകരിച്ചുള്ള ചാറ്റിൻ്റെ വിശദാംശങ്ങളും മാത്രമേ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ സാധിച്ചുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിലും കർശന ഉപാധികൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം എന്നുകൂടി കോടതി കൃത്യമായി പറയുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രതിഭാഗത്ത് നിന്ന് രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം വച്ചതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കർശന ഉപാധികളോടുകൂടി കോടതി ഇപ്പോൾ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഒളിവിൽ തുടരുന്ന രാഹുൽ എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ എത്തുവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, രാഹുലിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം നിലനിൽക്കുന്നതിനാൽ തന്നെ വിട്ടയക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. നീലിമ, അതായത് പരിപൂർണമായ ആശ്വാസം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ലഭിക്കുകയാണ്. ഒപ്പം തന്നെ 15-ാം തീയതി വരെ യാതൊരു പ്രശ്നവുമില്ലാത്ത അവസ്ഥ കൂടി വരികയാണ്. 15-ാം തീയതിയാണ് ആദ്യ അതിജീവിത നൽകിയ പരാതിയിൽ, ആ ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോകുന്നത്. അതിൻ്റെ തീരുമാനം വരാൻ പോകുന്നത്. ഇപ്പോൾ അരുൺ ആലത്തൂർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ, നാളെ അവിടെ തെരഞ്ഞെടുപ്പുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് വോട്ട് ഉള്ളത്. അങ്ങനെയെങ്കിൽ വോട്ട് ചെയ്യാനടക്കം രാഹുൽ എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ?
നീലിമ, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 13 ദിവസമായി ഒളിവിൽ തുടരുന്ന സ്ഥിതിയാണ്. പാലക്കാട് നിന്നും ഒരു ചുവന്ന പോളോ കാറിൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ട്, ഒരു നടിയുടെ കാറായിരുന്നു അത്, അതിൽ രക്ഷപ്പെട്ട് തമിഴ്നാട് പോയി അവിടെ നിന്നും ബാംഗ്ലൂരിലും പിന്നീട് ബംഗളൂരുവിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പോലീസ് സംഘം എത്തുമ്പോൾ അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി രാഹുൽ ഒളിവിൽ തുടരുന്ന സ്ഥിതിയാണ്. ഏതായാലും ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആദ്യത്തെ കേസിലാണെങ്കിൽ 15-ാം തീയതി വരെ അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള സ്ഥിതി. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും രാഹുലിൻ്റെ വോട്ട് എവിടെയെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർ മേട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ വോട്ട് ചെയ്യാൻ വരേണ്ടത്. കുന്നത്തൂർ മേട് എന്നുള്ളത് 24-ാമത്തെ വാർഡാണ്. അവിടുത്തെ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യേണ്ടത്. ഏതായാലും രാഹുൽ പാലക്കാട്ടേക്ക് നാളെ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ വിടാം എന്നിരിക്കെ പോലീസ് അറസ്റ്റിൻ്റെ നടപടികളിലേക്ക്, അഥവാ രാഹുൽ ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് എത്തുകയാണെങ്കിൽ രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോൾ നാളെ വോട്ട് ചെയ്യാൻ വന്നാലും അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം പാലക്കാട് നഗരസഭയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ തങ്ങൾ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു കോൺഗ്രസ് കൊണ്ടുപിടിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. പാലക്കാട് നഗരത്തിലെ വലിയ താരപ്രചാരകനായിരുന്നു കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും അതിനു പിന്നാലെയാണ് ഇങ്ങനെ നിരന്തരം യുവതികളുടെ പരാതികൾ ഉയരുകയും അതിൽ ബലാത്സംഗത്തിനുൾപ്പെടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഒരു MLA മുങ്ങുന്ന ഒരു തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നിപ്പോൾ കഴിഞ്ഞ 13 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു. നാട്ടുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരോട് UDF സ്ഥാനാർത്ഥികളോട് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ചോദിക്കുമ്പോൾ അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സ്ഥിതിയാണ് പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പോളിംഗിനിടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുകയാണെങ്കിൽ അത് കൂടുതൽ കോൺഗ്രസിനെ ക്ഷീണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല രാഹുൽ അഥവാ ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 13 ദിവസമായി ഒളിവിൽ തുടരുന്ന രാഹുലിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട സ്ഥിതി തന്നെയാണ് ഉള്ളത്. ശരി, അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.